അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾ പലപ്പോഴും ഇതുപോലെ കോഴ്സ് തെറ്റിപ്പോകാറുണ്ട്. അപ്പോൾ ആദ്യം +2 കഴിഞ്ഞവർ പരിശോധിക്കേണ്ടത് ഏതെങ്കിലും ഒരു ഡിഗ്രിക്ക് ചേരാം എന്നുള്ളതല്ല, മറിച്ച് ഞാൻ എടുത്ത +2 സ്ട്രീം എനിക്ക് സ്യൂട്ടബിൾ ആയിരുന്നോ. ഇനി ആയിരുന്നില്ലെങ്കിൽ നമുക്ക് മാറ്റാൻ സാധിക്കില്ല, കാരണം +2 കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ഡിഗ്രി എടുക്കുമ്പോൾ സ്യൂട്ടബിൾ ആയതിലേക്ക് നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ, മാത്സ് എടുത്ത കുട്ടി അല്ലെങ്കിൽ ബയോമാത്സ് എടുത്ത കുട്ടി അതിൽ ആപ്റ്റിറ്റ്യൂഡ് ഇല്ലെങ്കിൽ തീർച്ചയായും ഡിഗ്രിക്ക് ആപ്റ്റിറ്റ്യൂഡ് ഉള്ള ഒരു ഡിഗ്രിയിലേക്ക് അവർക്ക് പോകാൻ സാധിക്കും. പക്ഷെ ഇങ്ങനെ ഇത് പരിശോധിച്ച് നോക്കി കൃത്യമായ അക്യുറസിയോടുകൂടി അല്ല നമ്മളിത് സെലക്ട് ചെയ്യുന്നതെങ്കിൽ പിന്നീട് പ്രശ്നമുണ്ടാവും. അതുപോലെ എഞ്ചിനീയറിംഗ്, മാത്സിൽ ആപ്റ്റിറ്റ്യൂഡ് ഇല്ലാത്ത ഒരു കുട്ടി പോയി IT എടുക്കുന്നു, കമ്പ്യൂട്ടർ സയൻസ് എടുക്കുന്നു, പലപ്പോഴും അവർ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് +2 കഴിഞ്ഞ കുട്ടികൾ ഒന്നാമതായി ചെയ്യേണ്ടത് ഏത് ഡിഗ്രിക്ക് പോകണം എന്നത് ആലോചിക്കുന്നതിന് മുമ്പേ ചെയ്യേണ്ടത്, കുട്ടികൾ ചെയ്യേണ്ടത്, അവരുടെ പാരൻസ് ചെയ്യേണ്ടത്, +2 സ്ട്രീം എൻ്റെ കുട്ടി എടുത്ത +2 സ്ട്രീം യഥാർത്ഥത്തിൽ എൻ്റെ കുട്ടിയുടെ കപ്പാസിറ്റിക്ക് പൊട്ടൻഷ്യലിന് സ്യൂട്ടബിൾ ആയിരുന്നോ ഇല്ലേ എന്ന് കണ്ടെത്തുകയാണ് ഏറ്റവും പ്രധാനം. ആയിരുന്നു എന്ന് പറഞ്ഞാൽ യാതൊരു പ്രശ്നവുമില്ല, അവർക്ക് അടുത്ത ഇതിലേക്ക് പോകാവുന്നതാണ്. എന്നാൽ തെറ്റിപ്പോയവരുണ്ടാവും. അങ്ങനെയുള്ള കുട്ടികൾ അവരുടെ ആപ്റ്റിറ്റ്യൂഡ് കണ്ടെത്തുകയും ഡിഗ്രിക്ക് ചേരുമ്പോൾ UG ലെവലിലേക്ക് പോകുമ്പോൾ അവർക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയ ഒരു മേഖലയിലേക്ക് പോവുകയുമാണ് വേണ്ടത്.